സ്ക്രീൻ കാണാലോ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ഫിലിം ഡെവലപ്മെന്റ് അല്ലേ, ഫിലിം പ്രോസസ്സിങ്. എങ്ങനെയാണ് ഫിലിം പ്രോസസ്സിങ്ങിന്റെ ഡിഫറെന്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണ്? സ്റ്റെപ്സ് ഇൻ ഫിലിം പ്രോസസ്സിങ്. Development. Then Stopping development. Fixing. Washing. Washing. Drying. ഓരോന്നിലും ഓരോ സ്റ്റെപ്പിലും എന്താ സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ ഓർമ്മ വേണേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് റേഡിയോഗ്രാഫിക് ഇന്റർപ്രിട്ടേഷൻ. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ടെസ്റ്റിനെ അനലൈസ് ചെയ്യുക അല്ലെ. നമ്മളൊരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുക, ദാറ്റ് ഈസ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട്സ്. സോ റേഡിയോഗ്രാഫിക് ഇന്റർപ്രിട്ടേഷൻ, റേഡിയോഗ്രാഫിക് ടെസ്റ്റിങ്ങിന്റെ ഇന്റർപ്രിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനകത്തുള്ള ഫ്ലോസും അതിനകത്തുള്ള ക്രാക്സ് ഒക്കെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക. സോ എ റേഡിയോഗ്രാഫർ മസ്റ്റ് ഓൾസോ ബി സ്കിൽഡ് ഇൻ റേഡിയോഗ്രാഫിക് ഇന്റർപ്രിട്ടേഷൻ. നമുക്ക് മറ്റ് ടെസ്റ്റ് പോലെ, വിഷ്വൽ ഇൻസ്പെക്ഷൻ പോലെ, അല്ലെ ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റിംഗ് പോലെ, മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ പോലെ അത്ര എളുപ്പത്തിൽ ഒരു ക്രാക്ക് ഓർ ഡിഫക്ട്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ് അല്ല റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ്. കുറച്ച് സ്കിൽഡ് ലേബർ റിക്വയർഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് മെത്തേഡാണ് റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ് മെത്തേഡ്. സോ ഇന്റഗ്രേഷൻ ഓഫ് റേഡിയോഗ്രാഫി ടേക്സ് പ്ലേസ് ഇൻ 3 ബേസിക് സ്റ്റെപ്സ്. ഫസ്റ്റ് വൺ ഇസ് ദ ഡിറ്റക്ഷൻ, സെക്കൻഡ് വൺ ഇസ് ദ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ദി ഇവാലുവേഷൻ. ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ടെസ്റ്റിംഗ് മെത്തേഡ് കണ്ടുപിടിക്കുക, അല്ലെ ഡിറ്റക്ട് ചെയ്യുക, പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതെങ്ങനെ ചെയ്യാം? റേഡിയേഷൻ സോഴ്സും അതുപോലെ തന്നെ ഫിലിംസ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും. ഇനി ആ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഫിലിം എടുത്തിട്ട് ഇന്റർപ്രറ്റ് ചെയ്യും. ഇന്റർപ്രറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഐദർ ക്രാക്ക് ആണോ, അല്ല അതൊരു ക്രാക്ഡ് എലമെന്റ് ആണോ, അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത യൂസ്ഫുൾ എലമെന്റ് ആണോ എന്നുള്ള ആ ഒരു ഇന്റർപ്രറ്റിങ്, അതായത് ഒരു ഡിഫക്റ്റ് ഓർ ഗുഡ് ഓർ ബാഡ് അതിനെ ഐഡന്റിഫൈ ചെയ്യുക, അതാണ് ഇന്റർപ്രിട്ടേഷൻ. ദെൻ ലാസ്റ്റ് വൺ ഇവാലുവേഷൻ. ഇവാലുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്രാക്ക് ഉള്ള ആണെങ്കിൽ അതിന് ആവശ്യമായ ആ ക്രാക്കിനെ കറക്റ്റ് ചെയ്യാൻ ആവശ്യമായ രീതിയിലുള്ള കാര്യങ്ങളെ നമ്മൾ സംഘടിപ്പിക്കുക, ദാറ്റ് ഈസ് ഇവാലുവേഷൻ പ്രോസസ്. സോ ഡിറ്റക്ഷൻ, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ഇവാലുവേഷൻസ് ആർ ദി ബേസിക് സ്റ്റെപ്സ് ഇൻ റേഡിയോഗ്രാഫിക് interpretation. Okay, all of these steps makes use of the radiographer's visual acuity. Visual acuity is the ability to resolve a spatial pattern in an image. അപ്പോൾ നമ്മൾ ഏത് ടെസ്റ്റിംഗ് ആവട്ടെ, റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ് മാത്രമല്ല, നമ്മൾ ഇതുവരെ പഠിച്ച 4 മെത്തേഡും ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി പഠിക്കാനിരിക്കുന്ന മെത്തേഡും, ഏത് ടെസ്റ്റിംഗ് മെത്തേഡിന്റെയും ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്യുന്ന ആളുടെ കാഴ്ചയാണ്. ദാറ്റ് ഈസ് വിഷ്വൽ എക്വിറ്റി, അല്ലെങ്കിൽ എബിലിറ്റി ടു റിസോൾവ് എ സ്പേഷ്യൽ പാറ്റേൺസ്. അതായത് ഒരു ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇമേജിലെ ഓരോ ഭാഗങ്ങളെയും കൃത്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള എന്റെ കാഴ്ചയാണ് എന്റെ വിഷ്വൽ എക്വിറ്റി എന്ന് പറയുന്നത്. സോ ഇന്റർപ്രിട്ടേഷന് വേണ്ടിയിട്ട് പോകുന്ന, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നടത്തിയിട്ട് ടെസ്റ്റ് പീസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്ന ആൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഉണ്ടാവേണ്ടതാണ് അയാളുടെ വിഷ്വൽ എബിലിറ്റി. So the ability of an individual to detect discontinuities in a radiography is also affected by the lighting condition. അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു, നല്ലൊരു ഇന്റർപ്രിറ്റർക്ക് നല്ല കാഴ്ച ശക്തി ഉണ്ടായിരിക്കണം, ഡിഫറെന്റ് സ്പേഷ്യൽ പാറ്റേൺസിനെ അത് ഓരോന്നും ഡിഫറെന്റ് ആണെന്ന് തിരിച്ചറിയാനും മാത്രമുള്ള കാഴ്ച ഉണ്ടായിരിക്കണം. കാഴ്ച മാത്രം പോരാ, അയാളുടെ ഇമേജിനെ നോക്കുമ്പോൾ ലൈറ്റ് വേണം. നിങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ നിങ്ങളിപ്പോൾ കൈയിന്റെയും കാലിന്റെയും ഒക്കെ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്റേ ഫിലിം കൊടുത്തിട്ട് നിങ്ങൾ ഡോക്ടറെ അടുക്ക പോകും അല്ലെ. അപ്പൊ ഡോക്ടർക്ക് നല്ല കാഴ്ചശക്തി ഉണ്ടാവണം എന്നുള്ളത് ഒരു അടിസ്ഥാനമാണ്. മറ്റൊന്ന്, നിങ്ങൾ എക്സ്റേ ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എന്ത് ചെയ്യും? അവിടെ തന്നെ അയാളുടെ ക്യാബിനിൽ തന്നെ ഒരു ലൈറ്റിന്റെ ഒരു ബോക്സ് കണ്ടിട്ടുണ്ട്, ഒരു ലൈറ്റ് കത്തുന്ന ഒരു ബോക്സ് ഉണ്ട്. അതിന്റെ മുകളിൽ ഇതിങ്ങനെ ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്റേ ഫിലിം നോക്കുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലേടാ, അങ്ങനത്തെ സംഭവം ഓർക്കുന്നേ. ഡോക്ടേഴ്സിന്റെ ക്യാബിനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എക്സ്റേ ഫിലിം കൊടുത്താല് ആ എക്സ്റേ ഫിലിം വെറുതെ നേക്കഡ് ആയതുകൊണ്ട് നോക്കുന്നതിന് പകരം അതൊരു സ്ക്രീനിന്റെ മുകളിൽ ഹോൾഡ് ചെയ്യും, എന്നിട്ടൊരു സ്വിച്ച് ഇടുമ്പോൾ ആ സ്ക്രീനിലെ ലൈറ്റ് കത്തും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു സംഭവം? അപ്പൊ അവിടെ നമ്മൾ ഇന്റർപ്രിട്ടേഷന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ലൈറ്റിംഗ് കണ്ടീഷൻ റൂമിൽ ഇല്ലെങ്കിൽ നമ്മൾ അഡീഷണൽ ലൈറ്റ് സപ്ലൈ ചെയ്യാണ്. സോ നല്ലൊരു ഇമേജ് അല്ലെ നല്ലൊരു റിസൾട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ആവശ്യമായ വിഷനും ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ആവശ്യമായ ലൈറ്റിംഗ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ആ ഇമേജിനകത്തുള്ള ഓരോ ഫീച്ചേഴ്സും നമുക്ക് കൃത്യമായി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് മൂവിങ് ഓൺ സേഫ്റ്റി ആസ്പെക്ട്സ് ഇൻ റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ്.
നമ്മൾ ഇതുവരെ പഠിച്ച 4 ടെസ്റ്റിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ 5ാമത്തെ ടെസ്റ്റിംഗ് മെത്തേഡാണ് ഏറ്റവും നമുക്കൊരു ഹസാർഡസ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് മെത്തേഡ്. എന്തുകൊണ്ടായിരിക്കും ഇത് കുറച്ചൊരു ഡേഞ്ചർ ആണ് എന്ന് പറയാൻ കാരണം? റേഡിയേഷൻ. ഇതിലെ വർക്കിംഗ് എലമെന്റ് എന്ന് പറയുന്നത് റേഡിയേഷൻ ആണ് ഇതിന്റെ മെയിൻ എലമെന്റ്. അപ്പൊ ഈ റേഡിയേഷൻ എന്നുള്ളത് ഹാർംഫുൾ ടു ഹ്യൂമൻസ് ആണ് അല്ലെ. ഡയറക്റ്റ് ഹിറ്റിംഗ് അല്ലെങ്കിൽ നല്ല സ്ട്രെങ്ത് ഉള്ള നല്ല ഇന്റൻസിറ്റി ഉള്ള റേഡിയേഷൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ നേരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടിഷ്യൂസിനൊക്കെ അതിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സേഫ്റ്റി പ്രൊസീജിയേഴ്സ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം ഈ റേഡിയേഷൻ ടെസ്റ്റിംഗ് നടത്തുമ്പോൾ അല്ലെങ്കിൽ റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ് നടത്തുമ്പോൾ. So 2 main aspects of safety monitoring radiation dosage and protection of personnel. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് റേഡിയേഷൻ അല്ലെങ്കിൽ റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗിൽ സേഫ്റ്റി എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്താറുണ്ട്? അപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞ ഒന്ന് കറക്റ്റ് ആണ്. അതായത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം റേഡിയേഷൻ നമ്മുടെ ടിഷ്യൂസിനകത്ത് എത്തുമ്പോൾ നമ്മുടെ ടിഷ്യൂസിനെയൊക്കെ അത് ഹാർംഫുൾ എഫക്ട് ഉണ്ടാക്കാനുള്ള സാധ്യത, സംടൈംസ് ടിഷ്യൂസിനെ നശിപ്പിക്കാനുള്ള സാധ്യത വരെയൊക്കെ ഉണ്ട്. ഒരു മിനിറ്റ്. വന്നോ ഞാൻ ക്ലാസ് എടുത്തോണ്ട് നീ വന്നോ, കുഴപ്പമില്ല. നീ എന്തായാലും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, നേരിട്ട് പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ റേഡിയേഷൻ വരുമ്പോൾ എന്താവും, നമ്മുടെ ടിഷ്യൂസിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഹാർംഫുൾ ആണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന റേഡിയേഷൻ ഇന്റൻസിറ്റിക്ക് ഒരു ലിമിറ്റ് ഒക്കെ ഉണ്ട്. അതിൽ കൂടുതലാകുമ്പോഴാണ് എന്ത് സംഭവിക്കുക, നമ്മുടെ ടിഷ്യൂസിനൊക്കെ ഡേഞ്ചർ സംഭവിക്കുന്നത്. അപ്പം മോണിറ്ററിങ് റേഡിയേഷൻ ഡോസേജ് എന്നതിനെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരം സ്ഥിരമായിട്ട് എക്സ്റേ റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ് നടത്തുന്ന ഒരു ഇൻസ്പെക്ടറാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സ്ഥിരമായിട്ട് ഡീൽ ചെയ്യുന്നത് റേഡിയേഷനുമായിട്ടാണ്. അപ്പൊ എന്തായാലും നമുക്കറിയാം കുറച്ച് റേഡിയേഷൻസ് ഒക്കെ നമ്മുടെ ടെസ്റ്റ് പീസിൽ എത്ര തന്നെ ഫോക്കസ് ചെയ്താലും കുറച്ച് റേഡിയേഷൻസ് ഒക്കെ സ്കാറ്റർ ചെയ്ത് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുടെ ശരീരത്തിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളുടെ ശരീരം അല്ലെങ്കിൽ നിങ്ങളുടെ ഹ്യൂമൻ ബോഡിയിലുള്ള ടിഷ്യൂസ് കുറെയൊക്കെ റേഡിയേഷൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ലിമിറ്റിനപ്പുറത്തേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് റേഡിയേഷന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ചില ടിഷ്യൂസിനൊക്കെ അത് ബുദ്ധിമുട്ടാവും. അങ്ങനെ വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്ര റേഡിയേഷൻ കയറുന്നുണ്ട് എന്ന് തിരിച്ചറിയണം. അത് നമുക്ക് മനസ്സിലാവും. ഞാൻ ചോദിക്കുന്നത്, എക്സ്റേസ് നമ്മുടെ ശരീരത്തിലേക്ക് കയറി ചെല്ലുന്നത് നമുക്ക് എന്തെങ്കിലും രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുമോ? കയറുന്നത് നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും രീതിയിൽ മീൻസ് അങ്ങനെ എക്സ്റേ നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ചൂടോ അല്ല വേറെ എന്തെങ്കിലും ഒരു വൈബ്രേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എക്സ്റേ എടുക്കാൻ പോയപ്പോ എക്സ്റേസ് നിങ്ങളുടെ കൈന്റെയും കാലിന്റെ ഇടയിലൂടെ എല്ലാം കടത്തി വിടുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? വേദന, ചൂട് അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ? ഇല്ല. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഇത് കയറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേറെ എന്താ പറയാ നാച്ചുറൽ ആയിട്ട് ഒന്നുള്ള ഒരു മെത്തേഡുകളൊന്നുമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ് ഫീൽഡിൽ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഡീൽ ചെയ്യുന്നത് എക്സ്റേ അല്ലെ ഗാമാറേ റേഡിയോഗ്രാഫി ആയിട്ടാണ്. അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ എത്ര കയറി എന്നുള്ളതിനെ പോലും നിങ്ങൾക്ക് ഐഡിയ ഇല്ല. അപ്പോ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന റേഡിയേഷനെ അളക്കണം. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഈ റേഡിയേഷനെ അളക്കാൻ വേണ്ടിയുള്ള ഉപകരണങ്ങൾ ഫിറ്റ് ചെയ്താൽ മതി. അങ്ങനെയുള്ള ഉപകരണങ്ങളുണ്ട്. അപ്പൊ റേഡിയേഷന്റെ ആ ഒരു അളവിനെ അല്ലെങ്കിൽ എത്ര റേഡിയേഷൻ കയറി എന്നുള്ളതിനെ നമ്മൾ റേഡിയേഷൻ ഡോസേജ് എന്നാ പറയാം. ഇത്ര ഡോസ് കയറി അല്ലെങ്കിൽ ഇത്ര ഇന്റൻസിറ്റി എന്നുള്ളതിനെ ഇനി നമ്മൾ ഡോസേജ് എന്ന് പറയാം. സോ radiation dosage is a measure of energy imparted by radiation in any medium like tissues. For human body ലാണെങ്കിൽ എത്ര എനർജി റേഡിയേഷൻസ് നമ്മുടെ ശരീരത്തിലെ ഹ്യൂമൻ ബോഡിയിൽ കയറിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു മെഷർമെന്റിനെയാണ് റേഡിയേഷൻ ഡോസേജ് എന്ന് പറയുന്നത്. സോ അതിനെ നമ്മൾ നോർമലി റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രേ എന്ന് പറയുന്ന യൂണിറ്റ്. ഗ്രേ എന്ന GREY അല്ല, GRAY. അതാണ് ഇവിടെ GY എന്ന് ഷോർട്ട് ഫോം ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നോർമലി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ഗ്രേ. GRAY. 1 gray is equal to 1 joule per kilogram or 1 gray is equal to 100 radiations. Okay. അപ്പൊ ഈ യൂണിറ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി.
അപ്പൊ നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് താങ്ങാൻ പറ്റുന്ന അളവ് എത്രയാണ് അത് നമുക്കറിയണ്ടേ. അപ്പോ നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രശ്നമില്ലാതെ റിസീവ് ചെയ്യാൻ പറ്റുന്ന അളവ് എന്ന് പറയുന്നത് 0.05 ഗ്രേ ആണ്. ഓർമ്മയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് പല എക്സാമുകൾക്കൊക്കെ ആവശ്യമായിട്ട് വരും. 0.05 ഗ്രേ എമൗണ്ട് ഓഫ് റേഡിയേഷൻ ഡോസേജ് ആണ് നമുക്ക് അലോവബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം കയറി എന്ന് തിരിച്ചറിയണ്ടേ. അങ്ങനെ തിരിച്ചറിയാൻ നമ്മുടെ കയ്യിൽ ഒരുപാട് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. ഇനി അതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. സോ ദ മെത്തേഡ് ഇംപ്ലിമെന്റ് ടു കൺട്രോൾ എക്സ്പോഷർ ആർ ടൈം, ഡിസ്റ്റൻസ്, ഷീൽഡിങ്. അത് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന റേഡിയേഷൻ എക്സ്പോഷറിനെ എങ്ങനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഒന്ന് ടൈം കൺട്രോൾ ചെയ്യാം. എങ്ങനെ? ഒരുപാട് നേരം അവിടെ വർക്ക് ചെയ്യാതിരിക്കാം. നിങ്ങള് ചില ആൾക്കാർക്ക് ഈ റേഡിയേഷൻ സോഴ്സുമായി ബന്ധപ്പെട്ടിട്ട് പണിയെടുക്കുന്ന ചില എഞ്ചിനീയേഴ്സ് നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാവും. അവർക്ക് ഒരു 3 മാസം ജോലിയും 1 മാസം ലീവും ആയിരിക്കും അല്ലെ. 1 മാസത്തെ ലീവിന് വരും, ആദ്യം പോകും, അടുത്ത 3 മാസം കഴിയുമ്പോൾ തിരിച്ചു വരും. ആക്ച്വലി ആ ലീവ് കൊടുക്കുന്നത് അവരുടെ കമ്പനിയുടെ പോളിസി അല്ല, കമ്പനിയുടെ പോളിസി ആയിട്ടല്ല അത് കൊടുക്കുന്നത്, പേഴ്സണൽ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമ്മളൊരു 3 മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് റേഡിയേഷൻ സോഴ്സിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റേഡിയേഷൻ സോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പണിയെടുക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റേഡിയേഷൻസ് കയറുന്നുണ്ട്. അപ്പൊ അത് ഒരു 3 മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ അലോവബിൾ ലിമിറ്റിനേക്കാളും ചിലപ്പോൾ കൂടിപ്പോവാം. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ലീവ് ഇല്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഡെയിലി കയറി കയറി നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങൾക്കും പ്രശ്നം വരാം, ക്യാൻസർ പോലുള്ള വിഷയങ്ങൾ വരാം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് റേഡിയേഷൻ സോഴ്സിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ള ഒരു പ്രധാന പ്രശ്നം നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്താ അറിയോ? ഒരു വലിയൊരു പ്രശ്നം വരും. എന്താ അറിയോ? പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കാണ് ആ പ്രശ്നം. വന്ധ്യത എന്ന് മലയാളത്തിൽ പറയും അല്ലെ. അവിടെ കുട്ടികളില്ലാത്ത ഒരവസ്ഥ, പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെട്ടു പോകും. അവിടെയുള്ള ടിഷ്യൂസിനൊക്കെ ഏറ്റവും ഹാർംഫുൾ ആയിട്ട് ഈ റേഡിയേഷൻസ് എഫക്ട് ചെയ്യും. അപ്പം ഒരു 3 മാസത്തിന് മേലെ കണ്ടിന്യൂസ് ആയിട്ട് ഈ റേഡിയേഷൻ സോഴ്സിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അലോവബിൾ ലിമിറ്റിനേക്കാളും റേഡിയേഷൻസ് നമ്മുടെ ശരീരത്തിലേക്ക് വരികയും നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം. സോ 3 മാസം റേഡിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഈ പറയുന്ന അലോവബിൾ ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ 1 മാസം നമ്മൾ റെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു റേഡിയേഷൻ നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്ത റേഡിയേഷൻ കാരണം ചെറിയ രീതിയിലുള്ള ടിഷ്യൂസിനൊക്കെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ ഈ 1 മാസം നമ്മൾ പൂർണ്ണമായും റേഡിയേഷൻ സോഴ്സിൽ നിന്ന് വിട്ടുവെക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഒരു എന്താ പറയാ കഴിവ് എന്നുള്ളതിലേക്ക് ഈ ടിഷ്യൂസ് ഒക്കെ വീണ്ടും പഴയ രൂപത്തിലേക്ക് തന്നെ മാറും. ദെൻ അടുത്ത 3 മാസം വീണ്ടും പഠിക്കുവോ ഇതിങ്ങനെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ റേഡിയേഷൻ സോഴ്സുമായിട്ടൊക്കെ അധികം ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്നവര് ഒരുപാട് കൊല്ലങ്ങൾ അല്ലെങ്കിൽ മരിക്കുന്നത് വരെ ഒന്നും ഈ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യില്ല. അവർക്കൊരു പർട്ടിക്കുലർ ലിമിറ്റില് അല്ലെങ്കിൽ ഇത്ര ടൈം പീരീഡിൽ മാത്രമേ അവരവിടെ ജോലി ചെയ്യുള്ളൂ. ഓവർ ടൈം അല്ലെങ്കിൽ ഒരുപാട് ലോങ് ടേം നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പല ജനറ്റിക് മ്യൂട്ടേഷൻസും അത് നമുക്ക് മാത്രമല്ല നമ്മളിൽ നിന്നുണ്ടാകുന്ന കുട്ടികളിലേക്കൊക്കെ രീതിയിൽ പ്രശ്നങ്ങൾ വരും. സോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇംപ്ലിമെന്റേഷൻ, അതായത് ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ എക്സ്പോഷർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ടൈം കൺട്രോൾ ചെയ്യുക. നമ്മൾ റേഡിയേഷൻ സോഴ്സുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന ഹാൻഡിൽ ചെയ്യുന്ന ടൈം കൺട്രോൾ ചെയ്യുക. ദെൻ ഡിസ്റ്റൻസ്, സോഴ്സുമായിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ മാക്സിമം കീപ്പ് ചെയ്യുക. അതായത് നമ്മുടെ റേഡിയേഷൻ സോഴ്സ് എവിടെയാണോ അതിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ അധികം ചെയ്യാതിരിക്കുക, ഒരു ഡിസ്റ്റൻസ്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ മൊഡ്യൂളിലെ ഫസ്റ്റ് നമ്മുടെ ഇൻവേഴ്സ് സ്ക്വയർ ലോ പറഞ്ഞിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? എന്താ ഇൻവേഴ്സ് സ്ക്വയർ ലോ? ഒരു സോഴ്സിൽ നിന്നും റേഡിയേഷൻ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അല്ലെ, ഓർക്കുന്നില്ലേ? ഈ റേഡിയേഷന്റെ ഇന്റൻസിറ്റി ഇങ്ങനെ ദൂരം പോകും തോറും ഇന്റൻസിറ്റി കുറഞ്ഞു വരും. എങ്ങനെയാ കുറയുന്നത്? ആ ഇന്റൻസിറ്റി വിച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ലെങ്ത് സ്ക്വയർ, ദാറ്റ് ഈസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഈ മൊഡ്യൂളിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. സോ സോഴ്സിൽ നിന്നും മാക്സിമം നമ്മൾ അകലം പാലിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് റേഡിയേഷൻ എക്സ്പോഷർ പരമാവധി കുറയ്ക്കാൻ പറ്റും. ദെൻ ഷീൽഡിങ് എന്ന് വെച്ചാൽ ഒരു മറ ഉണ്ടാക്കുക അല്ലെ. സോ ഷീൽഡിങ് ലൈക്ക് സ്റ്റീൽ, ലെഡ് കോൺക്രീറ്റ്, ഡെപ്ലീറ്റഡ് യുറാനിയം, ഇതൊക്കെ നമ്മുടെ ഗാമ റേസ് ഒക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫിഷൻ, ഫ്യൂഷൻ, അതുപോലെ തന്നെ ആൽഫ ഡീക്കേയിങ്, ബീറ്റ ഡീക്കേയിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആർട്ടിഫിഷ്യൽ പ്രോസസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ പ്രധാനമായിട്ടും റിയാക്ടേഴ്സിലാണ് ഇതൊക്കെ ചെയ്യുക, ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. അപ്പൊ അതിന്റെ ഷീൽഡിംഗ് എന്ന് വെച്ചാൽ അതിന്റെ ഒരു പ്രൊട്ടക്ഷൻ, ആ ഒരു നമ്മുടെ ഐസോടോപ്പ്, റേഡിയോ ഐസോടോപ്പുകളെ കീപ്പ് ചെയ്യുന്ന റിയാക്ടേഴ്സ് പോലുള്ള ഷീൽഡിംഗ് മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഡയറക്റ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്നത് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും.
ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് പേഴ്സണൽ, ഇത് ചെയ്യുന്ന ആളെ എങ്ങനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാം അതിനുള്ള 3 മെത്തേഡ് ഇവിടെ പറഞ്ഞു. എക്സ്പോഷർ കൺട്രോളിങ് മെത്തേഡ് പറഞ്ഞു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു എന്റെ ശരീരത്തിൽ, ഞാനിപ്പോൾ റേഡിയേഷൻ സോഴ്സിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, എന്റെ ശരീരത്തിൽ എത്രമാത്രം ഇയാൾ കയറിയിട്ടുണ്ട്, റേഡിയേഷൻ കയറിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്താലേ എന്റെ പ്രൊട്ടക്ഷനെ പറ്റി എനിക്കൊരു ഐഡിയ ഉണ്ടാവും. സോ ഇറ്റ് റെഫേഴ്സ് ടു പ്രൊട്ടക്ട് ദി ഇൻഡിവിജ്വൽസ് വർക്കിംഗ് ഇൻ റേഡിയേഷൻ ഏരിയ ബൈ എഫക്റ്റീവ്ലി മെഷറിംഗ് ദി ഡോസ്, റിസീവ്ഡ് ബൈ ദി ഇൻഡിവിജ്വൽസ്. അപ്പോ നമുക്ക് എങ്ങനെയാണ് ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ റേഡിയേഷൻ സോഴ്സിൽ വർക്ക് ചെയ്തതാണ്, അയാളെ ഇനി എങ്ങനെയാണ് ലീവിന് വിടേണ്ടത്, അയാളെ ലീവിന് വിടാനായോ, അല്ലെങ്കിൽ അയാൾക്ക് എത്ര കാലം പ്രശ്നമില്ലാതെ പണിയെടുക്കാം, ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ അയാളുടെ ശരീരത്തിൽ എത്രമാത്രം റേഡിയേഷൻ കയറിയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി ഐഡിയ ഉണ്ടാവും. സോ എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് പേഴ്സൺസ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മെഷറിംഗ് ദി ഡോസ് റിസീവ്ഡ് ബൈ ദി ഇൻഡിവിജ്വൽസ് ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് വർക്കിംഗ്. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് എലമെന്റുകളാണ് ഫിലിം ബാഡ്ജ്, TLD തെർമോലൂമിനസെന്റ് ഡോസിമീറ്റർ, ഡയറക്റ്റ് റീഡിംഗ് ഓർ പെൻ ഡോസിമീറ്റർ. ഈ ഫിലിം ബാഡ്ജ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഈ ഒരു റേഡിയേഷൻ സോഴ്സിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ റേഡിയേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാർക്ക് വർക്കിംഗ് ഏരിയയിൽ നമ്മൾ ഇപ്പോൾ ഇടുന്ന പോലെ കാഷ്വൽ ഡ്രസ്സ് ഇട്ടിട്ടൊന്നുമല്ല അവർ വർക്ക് ചെയ്യുക. നിങ്ങൾ പല സിനിമകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവർ വർക്ക് ചെയ്യുന്നത് അവർക്ക് പ്രത്യേകം ഒരു കോട്ട് അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകം ധരിക്കാനുള്ള ഒരു യൂണിഫോം പോലെയുള്ള ഒരു സംഭവം ഉണ്ടാവും അല്ലെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല ഇംഗ്ലീഷ് പടങ്ങളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു സീരീസ് ഉണ്ടായിരുന്നല്ലോ, ഒരു റിയാക്ടേഴ്സിന്റെ, ന്യൂക്ലിയർ റിയാക്ടറിന്റെ, ഡാർക്ക്, അതല്ല ഞാൻ പറയാം. എടാ ന്യൂക്ലിയർ റിയാക്ടറിന്റെ കംപ്ലീറ്റ് സ്റ്റാർട്ടിങ് സീരീസ്, അതായത് ആ ഒരു ബ്രേക്ക് ചെയ്യുന്നത് മൊത്തം പൊട്ടിത്തെറിക്കുന്നല്ലേ, ഷെർണോബിൽ. അതില് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, അതിൽ വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെ ഒരു പ്രത്യേക തരം ഡ്രസ്സാണ്. എല്ലാവരും കാഷ്വൽ ഡ്രസ് ഇട്ടിട്ടാണോ റിയാക്ടറിലെല്ലാം പണിയെടുക്കുന്നുണ്ടായേ? അല്ല, അവർക്കൊരു അവരുടെ എന്താ പറയാ, അവരുടെ സേഫ്റ്റി ആസ്പെക്ട്സിന്റെ ഭാഗമായിട്ട് അവർക്കൊരു ഡ്രസ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ആ ഡ്രസ്സിന്റെ മുകളിൽ ഈ ഫിലിം ബാഡ്ജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ പണ്ടൊക്കെ നമ്മളെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ സ്കൂളിന്റെ ഒരു എംബ്ലം ഉള്ള ഒരു ബാഡ്ജ് ഉണ്ടാവും ഷർട്ടിന്റെ മുകളിൽ തയ്പ്പിച്ചിട്ട്. അതേപോലെ അവരുടെ ആ ഡ്രസ്സിന്റെ മുകളിൽ ഒരു ബാഡ്ജ് ഉണ്ടാവും, ഫിലിം ബാഡ്ജ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫിലിം ബാഡ്ജ്. ഈ ഒരു സാധനം നമ്മുടെ ഡ്രസ്സിന്റെ മുകളിൽ, ആ കോട്ടിന്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതെന്താ ചെയ്യുന്ന വെച്ചാല് നമ്മുടെ ശരീരത്തിലേക്ക് റേഡിയേഷൻ വരുമ്പോ, ഇപ്പോ ഒരാള് ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ആളാണ്, ആ ഡ്രസ്സിന്റെ മുകളിൽ നമ്മുടെ സ്കൂളിന്റെ ബാഡ്ജ് വെച്ച പോലെ ഈ സാധനം, ഇതിപ്പോ ഓപ്പൺ ചെയ്ത കണ്ടീഷനിലാണ്, ഇതൊരു ബോക്സിനുള്ളിൽ ചെറിയൊരു എലമെന്റ് ആണ്, ഇത് ക്ലോസ് ചെയ്ത് ഇത് നമ്മുടെ ഡ്രസ്സിന്റെ മുകളിൽ ഉണ്ടെന്ന് വെച്ചോ. നിങ്ങൾ ഇപ്പൊ ഇട്ടേക്കുന്നത് നിങ്ങൾ അതിൽ കണ്ട പോലെയുള്ള ഒരു സേഫ്റ്റി ഡ്രസ്സാണ്, അതിന്റെ മുകളിൽ ബാഡ്ജ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ശരീരത്തിലേക്ക് റേഡിയേഷൻ കടന്നു പോകുമ്പോൾ ഈ ബാഡ്ജിലൂടെയാണ് കടന്നു പോവുക അല്ലെ. അപ്പൊ ഈ ബാഡ്ജ് എന്ത് ചെയ്യും, ഈ ഡോസ്, എത്ര ഡോസ് കടന്നു പോയി എന്നുള്ളത് നോട്ട് ചെയ്യും. അപ്പൊ നമ്മളൊരു പെർട്ടിക്കുലർ ഇന്റർവെല്ലിൽ നമ്മളെ ഫിലിം ബാഡ്ജ് ചെക്ക് ചെയ്യും, ഫിലിം ബാഡ്ജിന്റെ ഡോസ് മെഷർ ചെയ്യും, എത്ര ഡോസ് ആയി എന്നുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അലോവബിൾ ഡോസിനേക്കാളും മേലെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യും അല്ലെ. അധികമായി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ പെർട്ടിക്കുലർ ഇന്റർവെല്ലിലും ഈ ബാഡ്ജ് എടുത്തിട്ട് നമ്മുടെ ഡോസ് മെഷർ ചെയ്യും. വേറൊരു എലമെന്റ് ആണ് തെർമോലൂമിനസെന്റ് ഡോസിമീറ്റർ. ഡോസിമീറ്റർ എന്ന് പറഞ്ഞ ഒരു ഡിജിറ്റൽ എക്യുപ്മെന്റ് ആണ്. അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹ്യൂമണായിട്ട് ആരാണോ ഈ ഏരിയയിൽ വർക്ക് ചെയ്യുന്നത് അവരുടെ ശരീരത്തിൽ ഇതേപോലെ ഇപ്പം വാച്ച് പോലെ ഘടിപ്പിച്ചിട്ടാണ്. അതേപോലെ ചിലത് പിന്നെ എന്താ പറയാ, നമ്മളെ ഒരു ബാഡ്ജ് പോലെ എന്നല്ല, വാച്ച് പോലെ പറ്റും, അതേപോലെ ബെൽറ്റ് ആയിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ എക്യുപ്മെന്റ് ആണ് തെർമോലൂമിനസെന്റ് ഡോസിമീറ്റർ. അപ്പൊ ഇതും ആക്ച്വലി ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു പോകുന്നത് ഇതിലൂടെ കടന്നു പോകുന്ന റേഡിയേഷന്റെ ഡോസ് എന്ത് ചെയ്യും, മെഷർ ചെയ്യും. മറ്റൊരു എലമെന്റ് ആണ് പെൻ ഡോസിമീറ്റർ, അതായത് ഡയറക്റ്റ് റീഡിംഗ് ഓർ പെൻ ഡോസിമീറ്റർ. ആക്ച്വലി ഇത് നമ്മളെ പോക്കറ്റിൽ എന്ത് ചെയ്യും, ക്ലിപ്പ് ചെയ്ത് വെക്കും, പെന്ന് വെക്കുന്ന പോലെ തന്നെ ക്ലിപ്പ് ചെയ്ത് വെക്കും. ഇയാളെ ആക്ച്വലി എന്തല്ല, പെന്നൊന്നുമല്ല, ഇയാളുടെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് പോയ റേഡിയേഷൻ എത്രയാണെന്ന് മെഷർ ചെയ്യലാണ്. സോ മെഷറിംഗ് ഡിവൈസ് ആണ്. സോ ഇറ്റ് ഈസ് പെൻ ഡോസിമീറ്റർ. അപ്പം പേഴ്സണൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി മെഷറിംഗ് ദ ഡോസ് റിസീവ്ഡ് ബൈ ദി ഇൻഡിവിജ്വൽസ് ഡ്യൂറിംഗ് ദി പെർട്ടിക്കുലർ ടൈം പീരിയഡ്. സോ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കോമൺലി യൂസ്ഡ് മെഷറിംഗ് ഡിവൈസസ്, ഡോസ് മെഷറിംഗ് ഡിവൈസസ്, ഫിലിം ബാഡ്ജസ്, തെർമോലൂമിനസെന്റ് ഡോസിമീറ്റർ, ഡയറക്റ്റ് റീഡിംഗ് ഓർ പെൻ ഡോസിമീറ്റർ. ഓക്കെ, ഇത്രയാണ് സേഫ്റ്റി ആസ്പെക്ട്സ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാമിന് റേഡിയോഗ്രാഫിക് ഫീൽഡ് സേഫ്റ്റി ആസ്പെക്ട്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന റേഡിയേഷനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ നമുക്ക് സേഫ്റ്റി
ഇതായിട്ട് പറയാൻ പറ്റും. അതൊക്കെ നമ്മൾ പണ്ട് +2 പഠിച്ച റേഡിയേഷൻ പഠിക്കുമ്പോൾ അവിടെ സേഫ്റ്റി ഡിവൈസുകളെ പറ്റി സേഫ്റ്റി ആസ്പെക്ട്സിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെയും പറയാം. ഇവിടെ ഞാനിപ്പോൾ പർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞ കാര്യം പിന്നെ പറഞ്ഞത് നമ്മുടെ റേഡിയോഗ്രഫി ടെസ്റ്റിങ്ങിൽ റേഡിയേഷൻ മെഷറിംഗ് ഡിവൈസ് ഇതൊക്കെയാണ് നമുക്ക് പുതിയതായിട്ടുള്ള ഐഡിയാസ്. ബാഡ്ജ്, TLD അല്ലെങ്കിൽ ഡോസിമീറ്റേഴ്സ്. സോ നെക്സ്റ്റ് മൂവിങ് ഓൺ ദി അഡ്വാൻറ്റേജസ് ഓഫ് റേഡിയോഗ്രഫിക് ടെസ്റ്റിംഗ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്? തിക്കർ പ്ലേറ്റ്സ് ക്യാൻ ബി ടെസ്റ്റഡ്. എത്ര തിക്നെസ് ഉള്ള എലമെന്റ് ആണെങ്കിലും നമുക്ക് റേഡിയേഷൻ, ഹൈ ഇന്റൻസിറ്റി റേഡിയേഷൻ ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ സർഫസും സബ് സർഫസും ഒക്കെ ആയിരുന്നു. അൾട്രാസോണിക് ടെസ്റ്റിംഗ് ഇന്റേണലും പറ്റിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ടെസ്റ്റിംഗ് എന്ത് പറ്റും? സർഫസ് പറ്റും, സബ് സർഫസ് പറ്റും, ഇന്റേണൽ ഡിഫക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ പെർമനന്റ് റെക്കോർഡ്സ് ഓഫ് ഇൻസ്പെക്ഷൻ ഈസ് പോസിബിൾ. നമ്മളെ വിഷ്വൽ ഇൻസ്പെക്ഷൻ ആണെങ്കിലും, ലിക്വിഡ് പെനിട്രന്റ് ഇൻസ്പെക്ഷൻ ആണെങ്കിലും, മാഗ്നറ്റിക് പാർട്ടിക്കൽ ഇൻസ്പെക്ഷൻ ആണെങ്കിലും, അൾട്രാസോണിക് ഇൻസ്പെക്ഷൻ ആണെങ്കിലും നമുക്ക് ലൈവ് ആയിട്ട് റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ്. നേരെ മറിച്ച് നമുക്കിവിടെ റേഡിയോഗ്രഫിക് ടെസ്റ്റിംഗിൽ ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്തു, എനിക്ക് നാളെയാണ് അതിനെപ്പറ്റി ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? വീണ്ടും ടെസ്റ്റ് പീസ് കൊണ്ടുവരേണ്ടതില്ല. ഇയാളുടെ റേഡിയോഗ്രാഫിക് ഇമേജിനെ മാത്രം എടുത്താൽ മതി. അപ്പൊ ഇമേജ് എന്ന് പറയുന്നത്, ഫിലിം എന്ന് പറയുന്നത് ഒരു റെക്കോർഡിംഗ് ആണ് അല്ലെ. സോ ഒരു പെർമനന്റ് റെക്കോർഡിംഗ് ആണ് അവിടെ നടക്കുന്നത് ഈ ഫിലിമിന്റെ മുകളിൽ. ദെൻ സർഫസ് പ്രിപ്പറേഷൻ റിക്വയർഡ് ഈസ് മിനിമം. വലിയ സർഫസ് പ്രിപ്പറേഷൻ ഒന്നും ആവശ്യമില്ല. ദെൻ അസംബിൾഡ് എക്യുപ്മെന്റ്സ് ക്യാൻ ബി ടെസ്റ്റഡ്. നമുക്കൊരു വലിയ അസംബ്ലി, വലിയൊരു എലമെന്റ്, കുറേ കമ്പണൻസ് അസംബിൾ ചെയ്തിട്ടുള്ള ഡിവൈസ് ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചെയ്യാൻ പറ്റും. ഇൻഡിവിജ്വൽ പാർട്ട് ആക്കിയിട്ട് ചെയ്യണം എന്നൊന്നുമില്ല. ദെൻ ഗാമ റേ സോഴ്സസ് ആർ പോർട്ടബിൾ. ഗാമ റേസ് നമുക്കറിയാം ഐസോടോപ്സ് ആണ് പൊതുവെ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ദീസ് ആർ പോർട്ടബിൾ എക്യുപ്മെന്റ്സ്. എക്സ്റേ ട്യൂബ് എന്ന് പറയുന്നത് ഫിയറിൽ നമുക്ക് ചെറുതാണെങ്കിലും അത് അങ്ങനെ പോർട്ടബിൾ എലമെന്റ് അല്ല, ഫിക്സഡ് ആണ്. നമുക്കിപ്പോ എക്സ്റേ ഹോസ്പിറ്റലിലൊക്കെ എക്സ്റേ എടുക്കുന്നത് ഒരു ഫിക്സഡ് ഏരിയ എപ്പോഴും എടുക്കാം. അപ്പോൾ ദീസ് ആർ ദി അഡ്വാൻറ്റേജസ്. ദെൻ വാട്ട് ആർ ദി ലിമിറ്റേഷൻസ്? ഇതുവരെ പറഞ്ഞ ടെസ്റ്റിംഗിൽ നിന്നും ഇതിലേക്ക് വരുമ്പോൾ ഇത് കുറച്ച് ഹസാർഡസ് ആണ് അല്ലെ, ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. സ്കിൽ ആൻഡ് എക്സ്പീരിയൻസസ് ആർ റിക്വയർഡ്. ആർക്കും പോയി ചെയ്യാൻ പറ്റില്ല. ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുന്ന ഹൈലി സ്കിൽഡ് ലേബർ നമുക്ക് റിക്വയർഡ് ആണ്. ദെൻ എക്സ്റേ സോഴ്സ് ഈസ് എക്സ്പെൻസീവ്. എക്സ്റേസ് ഉണ്ടാക്കിയത് കുറച്ച് എക്സ്പെൻസീവ് പ്രൊസീജിയർ ആണ്. ദെൻ സ്ലോ പ്രോസസ്, കാരണം റേഡിയേഷൻ വന്ന് ഫിലിമിൽ ഇമേജ്, ലാൻഡിന്റെ ഇമേജ് ഉണ്ടാക്കണം. എന്നിട്ട് ആ ഫിലിം നമ്മളെടുത്ത് പ്രോസസ് ചെയ്തിട്ടൊക്കെയാണ് ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ലൈവ് റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല, ലൈവ് റെക്കോർഡിങ് നടക്കുന്നുള്ളൂ. റിസൾട്ട് നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നുള്ളൂ. സോ സ്ലോ പ്രോസസ്. ഡെപ്ത് ഓഫ് ക്രാക്ക് കാൺ ബി മെഷർഡ്. ശരിയാണ്, നമുക്ക് ഫിലിമിനകത്ത് പൊട്ടൽ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ക്രാക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഐഡിയ മാത്രമേ തരുള്ളൂ. ക്രാക്കിന്റെ ഡെപ്ത് എത്രയാണെന്നോ അല്ലെങ്കിൽ ക്രാക്കിന് എത്രമാത്രം ആഴുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും നമ്മുടെ റേഡിയോഗ്രാഫിക് ഫിലിം നമുക്ക് തരുന്നില്ല. സോ ദീസ് ആർ ദി ഡിസഡ്വാൻറ്റേജസ്. അപ്പൊ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ചോദിച്ചാൽ നിങ്ങൾ എല്ലാ എക്സാമ്പിളും എഴുതുന്ന റിലയബിൾ, ഹൈലി ഡ്യൂറബിൾ, അങ്ങനെയാണ് ഇതൊന്നും രീതിയിൽ കൊണ്ടൊന്നും കാര്യമില്ല. ഓരോ ടെസ്റ്റിങ്ങിനും അതിൻ്റെതായ അഡ്വാൻറ്റേജും അതിൻ്റെതായ ലിമിറ്റേഷൻസും ഉണ്ട്. ഓക്കെ, വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ്? എവിടെയൊക്കെയാണ് ഈ റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്? ടെസ്റ്റിംഗ് ഓഫ് സെമി കണ്ടക്ടർ ഡിവൈസ്, യൂസ്ഡ് ഇൻ ടെസ്റ്റിംഗ് ഓഫ് കാസ്റ്റിംഗ്, വെൽഡ്മെന്റ്സ് ആൻഡ് ഫോർജിങ്സ്, used to inspect the condition and placement of components for liquid level measurement in civil components, used to inspect both ferrous and non-ferrous alloys as well as non-metallic materials. എല്ലാ തരം മെറ്റീരിയൽസിനും പറ്റും. ഫെറസ് മെറ്റീരിയൽസിന് പറ്റും, നോൺ ഫെറസ് മെറ്റീരിയൽസിന് പറ്റും, നോൺ മെറ്റാലിക് മെറ്റീരിയൽസിനാണെങ്കിലും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. So these are the applications of radiographic testing. That's all. Module 5. ഇതാണ് റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ്. കുറച്ച് ലെങ്തി മൊഡ്യൂളാണ്, നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, എന്താണ് റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ്, ജനറൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ, then what are the radiographic sources, X-ray radiography and gamma ray radiography, then high energy X-ray, that is Hex-ray. പിന്നെ നമ്മൾ പറഞ്ഞത് ഗാമ സോഴ്സിനെ പറ്റി പറഞ്ഞു, ഇൻവേഴ്സ് സ്ക്വയർ ലോ. Then what are the properties? Important ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. Properties of X-rays and gamma rays. Then different testing methods, SWSI, DWSI, DWDI, DW superimposing, real time. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഇത് അങ്ങനെ തന്നെ ചോദിക്കാം. മേ ബി റിയൽ ടൈം റേഡിയോഗ്രാഫി സിംഗിൾ ആയിട്ടും ചോദിക്കാം. എന്താ റിയൽ ടൈം റേഡിയോഗ്രാഫി എന്നുള്ളത് നമുക്കറിയാം. എക്സ്റേസ് നമ്മുടെ ഫിലിമിലേക്ക് വരുമ്പോൾ അവിടെ റെക്കോർഡ് ചെയ്യുന്നതിന് പകരം, ഫിലിമിന് പകരം നമ്മളൊരു കൺവേർഷൻ സ്ക്രീൻ വെക്കും. എക്സ്റേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ലൈറ്റിനെ ഒരു CCTV അറേഞ്ച്മെന്റ് വെച്ചിട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ ഇമേജ് ആയിട്ട് കിട്ടും. അതിന് ഒന്നുകൂടി ഉഷാറാക്കാൻ വേണ്ടി നമ്മൾ ഇമേജ് ഇന്റൻസിഫൈങ് എക്യുപ്മെന്റ്സ് വെക്കും. ഇപ്പൊ ഇമേജ് ഇന്റൻസിഫയർ ഒരു ഇലക്ട്രോൺ ട്യൂബ് ആണ്.
അപ്പൊ ഇന്റൻസിഫൈങ് ട്യൂബിനകത്ത് വരുന്ന എക്സ്റേസിനനുസരിച്ചുള്ള ഇലക്ട്രോൺസ് മൂവ്മെന്റ്സ് ഇവിടെ ഉണ്ടാവും. ദെൻ അതിന്റെ കൺവേർഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഹൈ ഡെഫിനിഷൻ ഇമേജ് നമുക്ക് കിട്ടും. ദെൻ പിന്നെ പറഞ്ഞത് വാട്ട് ആർ ദി ഫിലിംസ് ഇൻ റേഡിയോഗ്രാഫിക് ടെക്സ്റ്റ്. എന്താണ് ആക്ച്വലി ഫിലിം? അതൊരു കുറെ കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആണ്. ഒരു ബേസ് മെറ്റീരിയൽ, അതിന്റെ മുകളിൽ എമൾഷൻ കോട്ടിംഗ്, അതിന്റെ മുകളിൽ പ്രൊട്ടക്ഷൻ ലെയർ അല്ലെ. ദെൻ ഫിലിമിന്റെ ക്ലാസിഫിക്കേഷൻ ഹൈ സ്പീഡ് ആൻഡ് ലോ സ്പീഡ്, അത് ഗ്രൈൻ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ദെൻ ഫിലിമിന്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ, ഫിലിം ഡെൻസിറ്റി ആൻഡ് ഫിലിം ഗ്രെയിൻനെസ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോഗരിതം ഓഫ് IO/IT അല്ലെങ്കിൽ I0/IT. I0 എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് ഇൻകമിംഗ് റേഡിയേഷൻ, IT എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റഡ് റേഡിയേഷന്റെ ഇന്റൻസിറ്റി. Then what are the screens used in RT? Screens എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, നമ്മുടെ മെറ്റീരിയലിലൂടെ വന്ന റേഡിയേഷൻസ് പല ഭാഗത്തും സ്കാറ്റർ ചെയ്ത് പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് മെറ്റീരിയലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് വന്ന റേഡിയേഷൻ മാക്സിമം അബ്സോർബ് ചെയ്ത് ഫിലിമിലേക്ക് എത്തിക്കുക എന്നുള്ള ഫംഗ്ഷനാണ് ഫിലിം സ്ക്രീൻസ് ചെയ്യുന്നത്. രണ്ട് സ്ക്രീനാണ്, മെറ്റൽ ഫോയിൽ സ്ക്രീൻ ആൻഡ് ഫ്ലൂറസെന്റ് സ്ക്രീൻ. ഇമ്പോർട്ടന്റ് ആണ്, എന്റെ വർക്കിംഗ് ഒക്കെ പറഞ്ഞിട്ട്. ദെൻ ഒരു റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗിന്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഡെൻസിറ്റി, കോൺട്രാസ്റ്റ്, ഡെഫിനിഷൻ അല്ലെ, സെൻസിറ്റിവിറ്റി. ദെൻ ഇമേജ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്, നമ്മുടെ സോഴ്സിൽ നിന്ന് വരുന്ന റേഡിയേഷന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും അല്ലെങ്കിൽ ഡെൻസിറ്റിയും സെൻസിറ്റിവിറ്റിയും കോൺട്രാസ്റ്റും എല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റെഫറൻസ് എലമെന്റ് ആണ് IQI. അത് രണ്ട് രീതിയിലാണ്, രണ്ടല്ല, സ്റ്റെപ്പ് ടൈപ്പ് ഉണ്ട്, വയർ ടൈപ്പ് ഉണ്ട്, ഫ്ലാഗ് ടൈപ്പ് ഉണ്ട്, 3 രീതിയിലുണ്ട്. സ്റ്റെപ്പ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, അതായത് തിക്നെസ് ഒരു കോമൺ ഓർഡറിൽ ഒരു അർത്തമെറ്റിക് പ്രോഗ്രഷനിൽ കൂടി വരുന്ന രീതിയിലുള്ള ഒരു എലമെന്റ്. ഇത് നമ്മൾ ടെസ്റ്റ് പീസിന്റെ മേലെ വെക്കും. എന്നിട്ട് ഇയാളുടെ ഇമേജ് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് ചെക്ക് ചെയ്യുക. പിന്നെ വയർ ടൈപ്പ്, കുറെ വയേഴ്സ് പാരലൽ ആയിട്ട് ഈക്വൽ ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്താണ്. ഓരോ വയറിൽ നിന്ന് അടുത്ത വയറിലേക്ക് വരുമ്പോൾ ഡയമീറ്റർ ഒരു അർത്തമെറ്റിക് പ്രോഗ്രഷൻ റേഞ്ചിൽ കൂടുന്നുണ്ട്. ദെൻ പ്ലേഗ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 3 ഡയമീറ്ററിലുള്ള ഹോൾസ് ഡ്രിൽ ചെയ്ത ഒരു സ്ട്രിപ്പാണ്. അപ്പോൾ ഓരോന്നും ഓരോ ഡിഫറെന്റ് ഡയമീറ്റേഴ്സിലാണ് ഉണ്ടാവുക. then ഇവര് നമ്മുടെ ടെസ്റ്റ് പീസിന്റെ സെയിം മെറ്റീരിയൽ തന്നെയുള്ള പ്ലേറ്റ് ടൈപ്പ് എലമെന്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ പ്രോസസിങ് ഇമ്പോർട്ടൻറ്റ്. what are the steps in film processing? 5 steps: ഡെവലപ്മെന്റ്, സ്റ്റോപ്പിംഗ് ഡെവലപ്മെന്റ്, ഫിക്സിങ്, വാഷിംഗ്, ഡ്രൈ. ഓക്കെ. then എന്ന് പറഞ്ഞ ഇന്റർപ്രിട്ടേഷൻ, സേഫ്റ്റി ആസ്പെക്ട്സ്, അഡ്വാൻറ്റേജ്, ഡിസ്അഡ്വാൻറ്റേജ്, ആപ്ലിക്കേഷൻസ്. ഇത്രയാണ് മൊഡ്യൂൾ 5. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്.